മാക്സിമം ആയുസ് എന്ന് പറയുന്നത് 12 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ്. പക്ഷേ പല ഡോഗ് പാരൻസിൻ്റെയും അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു 5-6 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ ലൈഫിൽ നിന്ന് അവരുടെ പെറ്റ്സിനെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഞാൻ ഷെയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇവർ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് കരുതിയിട്ട് നമ്മൾ ഇവരെ ഓവറായിട്ട് സ്നേഹിക്കുകയും കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ എന്തായിക്കോട്ടെ അത് ഇവർക്ക് അതിൻ്റെ ഒരു പങ്ക് കൊടുക്കുക എന്നുള്ളത്. അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ ചായ കുടിക്കുന്നത് ഇവർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും, അയ്യോ ഇവർക്ക് സങ്കടമാവില്ലേ, കുറച്ച് ചായ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമ്മൾ കോഫി കൊടുക്കും, ചോക്ലേറ്റ് കൊടുക്കും, സാമ്പാറും ചോറും കൂട്ടി നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ ഒരു പങ്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഇവരുടെ ആയുസ്സിന് തന്നെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളും ഇവർക്ക് കഴിക്കാൻ പാടില്ല. ഇവർക്ക് ടോക്സിക് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന പല ഫുഡുകളും നമുക്കിടയിലുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോഫിയാണ്. പിന്നെ ചോക്ലേറ്റ്, ഉള്ളി, വെളുത്തുള്ളി, മുന്തിരി, ഉപ്പ്, മുളക്, ഇതൊന്നും ഇവർക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഡെയിലി ബേസിൽ ഇവർക്ക് നമ്മൾ സങ്കടം തോന്നിയിട്ട് കൊടുക്കുന്നത്. സോ ഈ മിസ്റ്റേക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ അത് ചെയ്യാതിരിക്കുക. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ വെയിറ്റ് തന്നെയാണ്. ഇവരൊരു പെർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ ഓരോ ഡോഗ്സിനും അതിൻ്റെ ഒരു നോർമൽ വെയിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ലാർജ് ബ്രീഡ് ഡോഗ്സിനെ എടുക്കുകയാണ്, ലാബ്രഡോർ അതേപോലെ ജർമ്മൻ ഷെപ്പേർഡ് പോലത്തെ ഡോഗ്സിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 30 kg ആണ്. പക്ഷേ ഇന്ന് നമ്മുടെ പല ഡോഗ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 kg, 40 kg ഒക്കെയാണ് അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് അവർക്ക് പല അസുഖങ്ങളും ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. അത് കാരണവും ഇവരുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മാക്സിമം ഏജ് വരെ നമ്മുടെ കൂടെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ആദ്യം കൺട്രോൾ ചെയ്യണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് ഇവരുടെ മെൻ്റൽ ഹെൽത്തും അടിപൊളിയായിരിക്കണം. അതും ഇവരുടെ ആയുസ്സിൻ്റെ ഒരു വലിയ ഫാക്ടറാണ്. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട. ഇവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളും ഒന്ന് അങ്ങ് സ്നേഹിച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സ്നേഹം ഇങ്ങനെ കിട്ടുമ്പം ഓട്ടോമാറ്റിക്കലി അവർക്ക് തോന്നും നമ്മളെ വിട്ടു പോവണ്ടെന്ന്. അപ്പം അവരുടെ മെൻ്റൽ ഹെൽത്തും അതോടുകൂടി സൂപ്പർ ആയിക്കോളും. അങ്ങനെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് അടിപൊളിയായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ മാക്സിമം ഏജ് വരെ ഇവർ നമ്മളോടൊപ്പം ഉണ്ടാവും. ആ കാര്യത്തിൽ നോ ഡൗട്ട്. അല്ലല്ലയോ? ബൈ.